അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അവസാന സമയത്തെങ്കിലും കേരളത്തിൽ വരാൻ തോന്നുന്നത് നല്ലതാണ്. കേരളത്തിലെ ജനങ്ങളെ അതുകൊണ്ടൊന്നും വശത്താക്കാൻ പറ്റുകയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മനസ്സുണ്ട്, അത് മതേതരത്വത്തിൻ്റെ മനസ്സാണ്. ആ സാമൂഹ്യ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രീ മോദിക്ക് 10 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. കേരളീയ സമൂഹം നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും രാഷ്ട്രീയം, അതിൽ വിള്ളൽ വീഴ്ത്താൻ മോദിക്കെന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനും സാധിക്കുകയില്ല. കേരളത്തിൽ 2 അക്കം വിജയിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ശ്രമമാണോ? 0-ന് താഴെ ഒരു അക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ. ഇന്ത്യ മുന്നണി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നിതീഷ് കുമാർ പോയി എന്നല്ലാതെ മറ്റ് കുഴപ്പമൊന്നും ഇപ്പം ഇന്ത്യ മുന്നണി കാണുന്നില്ല. കൂടുതൽ പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ഇച്ഛാശക്തിയോടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ ഏതായാലും ഇന്ത്യ മുന്നണി ശക്തമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏതായാലും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപകടകരമായ രാഷ്ട്രീയം ഈ BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു മുഹമ്മദ് റിയാസ് വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം ആളുകൾക്ക് CPM-ലേക്ക് കടന്നു വരാൻ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും ശക്തമായ മതേതര അടിവേരുള്ള ഒരു പാർട്ടിയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും കോൺഗ്രസ് ഉണ്ടെന്നാണ്. ഓരോ പോസ്റ്റ് ഓഫീസിനെ പോലെയാണ് കോൺഗ്രസ് ഓഫീസുകൾ. എല്ലാ ഗ്രാമങ്ങളിലും കോൺഗ്രസ് ഓഫീസുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ മതേതരത്വത്തെ ആരും ചെറുതായി കാണേണ്ടതില്ല. അതിനെ മറികടക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയില്ല. ഇപ്പോൾ ഈ കോൺഗ്രസിൽ കൊഴിഞ്ഞു പോക്ക് ഏതെങ്കിലും തലങ്ങളിൽ മുസ്ലിം ലീഗിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? കാരണം ഒരു മതേതര സ്വഭാവത്തിന് കളങ്കമാകുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകുന്ന ഒരു സന്ദേശത്തിന് വിഭിന്നമായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉയർന്നു വരികയല്ലേ? കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം സമാനമാണ്. അത് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയമാണ്. അത് ഒന്നിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. പക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ദേശീയ പശ്ചാത്തലം നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അതില്ല എന്ന് നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പത്മജിയുടെ ഉൾപ്പെടെയുള്ള കൊഴിഞ്ഞു പോകും താൽക്കാലിക പ്രതിഭാസമാണ്. അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. ആ കൊഴിഞ്ഞു പോയവർക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ കോൺഗ്രസ്. അതാ പറഞ്ഞത്. ഞാൻ പറയണോ ഇനി? ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ ഉണ്ടെന്നുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയത്തിലുണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. BJP വലിയ രീതിയിൽ ഇത് രാഷ്ട്രീയമായി അത്തരം കളമാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമം നടത്തുന്നത്. അത് കേരളത്തിൽ ഉൾപ്പെടെ അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നത് അത് പല രീതിയിലാണ്. അപ്പം അതിൽ വഴങ്ങുന്നത് കോൺഗ്രസ് അതിൽ വഴങ്ങി പോകുന്നു, അല്ലെങ്കിൽ ചില നേതാക്കളെങ്കിലും ചർച്ചയിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇലക്ഷനിലോ ഇനി അല്ലാത്തപ്പോഴോ ഒരു ഭരണ നേട്ടം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ല. അവർ മതവിശ്വാസത്തെ അതിൻ്റെ പേര് അതിനെ ഒരു രീതിയിലേക്ക് തിരിച്ചുവിടും. എന്നതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് മറ്റു പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വഴങ്ങുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പം അടർത്തിയെടുക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഈ നമ്മുടെ ഈ മതേതര മനസ്സെന്ന് പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെ അത് അടർത്തിയെടുക്കപ്പെടുന്ന വ്യക്തികള് അത് അവരുടെ മനസ്സാണ്. അതിനൊന്നും ഇപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല.